പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക വ്യക്തികൾ, അനേക പ്രിയപ്പെട്ടവരുടെ ആവശ്യം കണക്കിലെടുത്ത് ദൈവത്തിന്റെ വചനം എല്ലാവരും അടിസ്ഥിതമായിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹം, ആടിയുലയുന്ന മനസ്സിന്റെ ഉടമയാകാതെ, തളർന്നു പോകുന്ന അവസ്ഥയാകാതെ, കാലുകൾ ഇടറുന്ന അവസ്ഥയാകാതെ, വചനത്തിൽ ഉറച്ച് വചനത്തെ ചാരിക്കൊണ്ട് ഈ മരുഭൂ പ്രയാണത്തിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് വചനമില്ലായികയാൽ ചിലർ വീണുപോകുന്നു, വചനം ഇല്ലായികയാൽ തളർന്നു പോകുന്നു, വചനമില്ലായികയാൽ തെറ്റിപ്പോകുന്നു. ഇന്ന് അനേക ആളുകൾ തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് മനുഷ്യൻ ഓടുകയാണ്. അതുകൊണ്ടൊന്നും മനുഷ്യനും പ്രാപിക്കുവാനോ മനുഷ്യന് വിടുതല പ്രാപിക്കാനോ ഒന്നും സാധ്യമായി തീരുന്നില്ല. കാരണം താൽക്കാലികമായിരിക്കുന്ന ആവശ്യത്തിനു വേണ്ടി, മനുഷ്യന്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടി, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, പ്രശ്ന പരിഹാരം കാണേണ്ടതിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആയിരിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് ഭൂമി മാറിയാലും, പർവ്വതങ്ങൾ കുലുങ്ങിയാലും, സമുദ്രത്തിൽ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുന്നില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കണമെന്ന് ആശ്രയിച്ചുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾ, ഞങ്ങൾക്ക് നൽകുന്നതായ സപ്പോർട്ടുകൾ, അത് വലിയ അനുഗ്രഹം തന്നെയാണ്. അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങളും മാറ്റങ്ങളും വിടുതലുകളും കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വിളിക്കുമ്പോൾ സന്തോഷമുണ്ട്, പറയുമ്പോൾ അനേകരുടെ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഓരോ പ്രിയപ്പെട്ടവരുടെയും കൈത്താങ്ങലുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്പസമയത്തെ ചിന്തകൾക്കായിട്ടൊരു തിരുവചന ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവദാസന്മാരുടെ യാത്രകളെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച്, നിലനിൽപ്പിനെ കുറിച്ച്, ദൈവത്തിന്റെ സതുദ്ദേശത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സക്കായിയെ കുറിച്ചാണ്. യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സക്കായി മുൻപോട്ടോടി ഒരു കട്ടത്തിന്മേൽ കയറി. യേശു അതുവഴി കടന്നു വന്ന് അവിടെ നിന്നിട്ട് സക്കായിയെ വിളിച്ചു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കും. സക്കായി അത്ഭുതപ്പെട്ടു പോയി. ഒരുപാട് ദോഷകരമായ ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ സഞ്ചരിച്ച ആ മനുഷ്യനെ തേടി ലോകരക്ഷകനായിരിക്കുന്ന മശിഹ എന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. ആ രക്ഷകൻ എന്റെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതല്ല, എന്റെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. വലിയ ആ സന്തോഷവും വലിയ ആനന്ദവും മനസ്സിൽ നിറഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭവനത്തിൽ ഇടം കൊടുത്തു, താമസിക്കുവാൻ ഇടം കൊടുത്തു, ഭക്ഷണം ഒരുക്കി കൊടുത്തു. ഒരു വലിയ ആനന്ദകരമായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ആ ജീവിതത്തിലുണ്ടായി. അതോടെ തന്റെ ജീവിതത്തിന് മാറ്റമുണ്ടായി, ഭവനത്തിന് മാറ്റമുണ്ടായി, അറിയപ്പെടുന്ന ഒരു ഭവനമായി മാറി. അതെ, നമുക്കെയും നമ്മുടെ ഭവനം അറിയപ്പെടണം, നമ്മൾ അറിയപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടണം, ക്രിസ്തുവിൽ പ്രസിദ്ധരായി. കാരണം മാതാപിതാക്കൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ കുടുംബം അറിയപ്പെട്ട കുടുംബമായി മാറും. നമ്മുടെ മക്കൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരും അറിയപ്പെടുന്നവരുമായി, ക്രിസ്തുവിൽ അറിയപ്പെടുന്നവരായി മാറണം. അതിനായിട്ട് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തകൾക്കായി ഓടിപ്പോയതായിരിക്കുന്ന, വിശ്വാസത്തിൽ ഓടിയതായിരിക്കുന്ന ഒരു മനുഷ്യന്റെ വീഴ്ചയും പരാജയവും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനാധാരമായിട്ട് ഒരു തിരുവചന ഭാഗം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ്.
13 അധ്യായം 24 വാക്യം. അതിങ്ങനെ വായിക്കുന്നു: അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനോട് കൂടെ, യഹോവ അവനെ അനുഗ്രഹിച്ചു. 25 അവസാന ഭാഗം കൂടെ. ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ച് തുടങ്ങി. കർത്താവിൽ പ്രിയരെ, നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. 40 വർഷക്കാലം ഇസ്രായേൽ മക്കളെ ഫെലിസ്ത്യർ അടക്കി ഭരിച്ചു. അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. അവരുടെ കൃഷിയിടങ്ങൾ കൈയടക്കി. അവരുടെ മൃഗസമ്പത്തുകൾ കൈയടക്കി. അവര് കൊയ്ത് ഗോതമ്പ് കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ വെട്ടിക്കിളി പോലെ കടന്നു വന്ന് അത് മുഴുവനും കൈവശപ്പെടുത്തി. കൃഷിയുടെ ഫലമെടുക്കുന്ന സമയമാകുമ്പോൾ ശത്രുക്കൾ കടന്നു വന്ന് ഫെലിസ്ത്യർ കൈയടക്കി. അങ്ങനെ അവരുടെ അധീനതയിൽ ഇസ്രായേൽ മക്കൾ 40 വർഷം ഞെരുക്കം അനുഭവിച്ചു. ആ ഇസ്രായേൽ മക്കൾ നിരന്തരം യഹോവയോട് കരഞ്ഞു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. 40 വർഷങ്ങൾക്ക് ശേഷം അവരെ വിടുവിക്കുവാൻ ദൈവം അവർക്ക് നടുവിൽ ഒരു ന്യായപാലകനെ എഴുന്നേൽപ്പിക്കണം. അതിനുവേണ്ടി ദൈവം തന്റെ പദ്ധതിയിൽ ഒരുക്കിയതായിരിക്കുന്ന ഒരു കുടുംബമാണ് മനോഹയുടെ കുടുംബം. മനോഹ തന്റെ ഭാര്യയും ഏറിയ കാലങ്ങളായി മക്കളില്ലാതെ ഭാരപ്പെട്ട ഒരു കുടുംബമാണ്. മക്കളില്ലാത്തതുകൊണ്ട് പ്രാർത്ഥനകളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അവർ നിരന്തരം പോരാടി. നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബത്തിൽ മക്കൾ വിവാഹിതരായി കഴിയുമ്പോൾ, കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് തലമുറകൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. ഇന്ന് ആധുനികമായ മെഡിക്കൽ സംവിധാനങ്ങൾ വന്നതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളിലും മനുഷ്യൻ ശ്രദ്ധിക്കാറുണ്ട്. അതിനൊക്കെ പണം മുടക്കാറുണ്ട്. അതിനുവേണ്ടി മാസങ്ങളും ആഴ്ചകളും ചികിത്സകൾ ചെയ്യാറുണ്ട്. കടം വാങ്ങിയും വസ്തുക്കൾ വിറ്റും അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന പണയം വെച്ചും ഒക്കെ ആളുകൾ ചികിത്സ ചെയ്യാറുണ്ട്. എത്രയോ ആളുകൾ കുട്ടികളില്ലാതെ ഇന്നും ഭാരപ്പെടുന്നുണ്ട്. അതുപോലെയാണ് ഹന്നാ ദേവാലയത്തിൽ ചെന്ന് കരഞ്ഞത്. കുട്ടികളില്ലായികയാൽ എന്നെ അവർ നിന്ദിക്കുന്നു, എന്നെ അവർ ഭാരപ്പെടുത്തുന്നു, എന്നെ നിരാശപ്പെടുത്തുന്നു. സ്വന്തം ഭവനത്തിൽ പോലും സന്തോഷകരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ പോകുവാൻ കഴിയാതെ, രുചികരമായിരിക്കുന്ന ഭക്ഷണം കയ്യിലെടുത്ത് അത് ആസ്വദിച്ച് കഴിക്കുവാൻ പോലും വലിയ അവസരമില്ലാതെ, കുത്തുവാക്കുകളുടെയും നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളുമായിട്ട് ഹന്നാ നൊമ്പര ജീവിതം നയിക്കുമ്പോൾ, നുറുങ്ങിയ ഹൃദയത്തോടെ കിടക്കുമ്പോൾ, തകർന്ന മനസ്സോടെ ജീവിക്കുമ്പോൾ, മനോവ്യസനത്തോടെ നടന്നപ്പോൾ അവൾ യഹോവയുടെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എങ്ങനെയാണ്? ഞാൻ ദേവാലയത്തിൽ ചെല്ലും, ഞാൻ എന്റെ ദൈവത്തോട് അപേക്ഷിക്കും, ഒരു നേർച്ച നേരും. അവൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേരും. തീരുമാനമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ തീരുമാനത്തിൽ ദൈവം പ്രവർത്തിക്കും. നിങ്ങളുടെ തീരുമാനത്തിൽ ദൈവം ഇറങ്ങി വരും. നിങ്ങളുടെ തീരുമാനത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇവിടെ ഇപ്പോൾ മനോഹയും തന്റെ ഭാര്യയ്ക്കും കുട്ടികളില്ലാതെ ഏറിയ നാൾ കഴിയുമ്പോൾ ഒരിക്കൽ ദൈവത്തിന്റെ ദൂതൻ തന്റെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ ദൂതൻ പറഞ്ഞു, ഈ ജനത്തെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ ഞാൻ നിനക്കൊരു മകനെ നൽകും. അവന്റെ തലയിൽ ശൗര്യക്കത്തി തൊടരുത്. അവൻ ഉള്ളിൽ ജനിച്ച് ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കുന്നതുവരെ അവൻ നാസ്യവ്രതക്കാരനായിരിക്കണം. അതുകൊണ്ട് നീ വീഞ്ഞോ മദ്യമോ അശുദ്ധമായതൊന്നും കഴിക്കരുത്. നിന്റെ ജീവിതത്തെയും വിശുദ്ധിയായും ശരീരശുദ്ധിയായും
മനഃശാന്തിയായും നീ പരിപാലിക്കണം. ദൈവികമായിരിക്കുന്ന ആലോചനയ്ക്ക് മുൻപിൽ ദൈവദൂതന്റെ മുൻപിൽ സാഷ്ടാംഗം വീണു, നമസ്കരിച്ചു. യഹോവ എന്റെ പ്രാർത്ഥന കേട്ടു, യഹോവ എന്നെ കടാക്ഷിച്ചു, യഹോവ എന്നെ കണ്ടു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഭാഗ്യമുള്ള ജനം, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ള ജനമാണ്. 33-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അതാണ്. 28-ാം സങ്കീർത്തനം 7-ൽ വായിക്കുമ്പോൾ, ഞാൻ അതുകൊണ്ട് പാട്ടോടെ അവന് സ്തുതി പാടും. അതെ, പാട്ടോടെ നമുക്ക് പാടാൻ കഴിയും. ദൈവം മനോഹയെയും കുടുംബത്തെയും ഓർത്തു അനുഗ്രഹിച്ചു. ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ സമയത്തിന്റെ പരിധികൾ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൂതൻ ഇറങ്ങി വന്ന് സംസാരിച്ചതുപോലെ നിങ്ങളോടും ഇറങ്ങി വന്ന് സംസാരിക്കും. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ വിഷമിക്കുന്ന വിഷമതകളുടെ നടുവിൽ ഇറങ്ങി വന്ന് അവൻ സംസാരിക്കും. പിടിവിക്കുവാനാ, രക്ഷിക്കാനാ ഒരു ദൂത് പറയാനാ. ആ ദൂത് നിന്റെ കയ്യിലേക്ക് വരുമ്പോൾ നീ അത് ഏറ്റെടുത്ത് ചേർത്ത് പിടിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുന്നു, രോഗികളായി കഴിയുന്നവരും ഓർക്കുന്നു, ഡയാലിസിന് വിധേയപ്പെട്ടവരും ഓർക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫ് മേഖലയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അനേക ആളുകൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവരെ, വിവാഹം വാർഷികം ആഘോഷിക്കുന്നവരെ ഞങ്ങൾ ഓർക്കും. എല്ലാവരെയും അനുഗ്രഹിക്കണം, നന്മകളാൽ നിറയ്ക്കണം, മഹത്വപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.